മാഷേ മാഷേ, ഒരു വാർത്ത കേട്ടോ? പണ്ടെങ്ങാണ്ട് കാണാതെ ഒരു ചെന്നായ തിരിച്ചു വന്നത്. പണ്ട് ഞാൻ അമ്മയോട് പിണങ്ങി ഒരു പോക്ക് പോയായിരുന്നു. ഉച്ചയ്ക്ക് വിശപ്പടിച്ചപ്പം തിരിച്ചു വന്നു. അതുപോലെ വിശപ്പടിച്ചപ്പം തിരിച്ചു വന്നതായിരിക്കും അല്ലേ മാഷേ? ആ, നീ പത്രം വായനയൊക്കെ തുടങ്ങിയല്ലേ? നല്ല കാര്യം. അങ്ങനെ വായിച്ചതൊന്നും അല്ല മാഷേ. ഇന്ന് IPL ആരൊക്കെയാ കളിയെന്ന് നോക്കിയ വഴി കണ്ടതാ. പത്രം വായിച്ചാൽ ഇങ്ങനെയൊക്കെ ചില ഗുണമുണ്ട് കേട്ടോ. പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അയ്യോ മാഷേ, വീട്ടിൽ പത്രമില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ വായിക്കാൻ പോയപ്പോ അവിടുത്തെ പട്ടി ഓടിച്ചിട്ട് അറച്ചപ്പുറത്തെ കഴിച്ച കഥയല്ലേ. ഇതും കൂടെ കൂട്ടി ഞാനിത് 12,500ാമത്തെ തവണയാണ് കേൾക്കാൻ പോകുന്നത്. ആണോ? എങ്കിൽ അത് പറയുന്നില്ല, ഇത് കേട്ടോ. ചെന്നായ വിശപ്പടിച്ചപ്പം തിരിച്ചു വന്നതല്ല. 12,500 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം വന്ന് മൺമറഞ്ഞു പോയ ഒരു ചെന്നായയാണത്. അതിനെ ശാസ്ത്രലോകം പുനഃസൃഷ്ടിച്ചതാ. ഹോ, ഈ ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞതാ മാഷേ. പറയാം. 12,500 വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചുപോയ ഡയർ വൂൾഫ് എന്ന ചെന്നായയെ ജീൻ എഡിറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ US ബയോടെക്നോളജി കമ്പനിയായ കൊളോസൽ ബയോസയൻസ് ആണ് പുനഃസൃഷ്ടിച്ചത്. ഇത് വംശനാശം വന്ന ജീവികളെ പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമത്തിലെ ഒരു നിർണായക കാൽവയ്പ്പാണ്. എന്നാൽ മാഷേ, ഇത് എങ്ങനെയായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാവുക? അതോ, അത് ഡയർ വൂൾഫ് എന്ന് പറയുന്ന ആ ചെന്നായയുടെ 13,000 വർഷം പഴക്കമുള്ള ഒരു പല്ലും 72,500 വർഷം പഴക്കമുള്ള തലയോട്ടിയും കിട്ടിയിട്ടുണ്ട്. അവയിൽ നിന്ന് DNA വേർതിരിച്ചു. DNA എന്താണെന്ന് അറിയില്ലേ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് പഠിച്ചതല്ലേ? നിലവിലുള്ള ഗ്രേ വൂൾഫ് എന്ന ഇനത്തിലെ ചെന്നായയുടെ ഭ്രൂണത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഈ ഡയർ വൂൾഫിൻ്റെ സവിശേഷതകൾ കിട്ടുന്ന രീതിയിൽ സന്നിവേശിപ്പിച്ചു. കുറച്ചുനാൾ ലാബിൽ വികസിപ്പിച്ചതിന് ശേഷം ഈ ഭ്രൂണം ഹൗണ്ട് എന്ന വിഭാഗത്തിൽപ്പെടുന്ന നായകളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ആ നായകൾ ഡയർ വൂൾഫുകളെ പ്രസവിച്ചു. ഓഹോ, ഇത്ര സിമ്പിൾ ആയിരുന്നോ കാര്യം? പിന്നെ വളരെ സിമ്പിളല്ലേ? ഇത് എന്നാ മാഷേ നടന്നത്? ഇങ്ങനെ ജനിച്ച ആൺചെന്നായകളായ റോമുലസ്, റെമുസ് എന്നിവ കഴിഞ്ഞ വർഷം ഒക്ടോബറിലും പെൺചെന്നായ ഖലീസി ഈ വർഷം ജനുവരിയിലുമാണ് ജനിച്ചത്. പിന്നെ നിനക്കൊരു കാര്യം അറിയാവോ? എന്താ മാഷേ? സൂപ്പർ ഹിറ്റ് TV പരമ്പരയായ ഗെയിം ഓഫ് ത്രോൺസിലൂടെ ഈ ഡയർ വൂൾഫ് എന്ന ചെന്നായ പ്രശസ്തയായിട്ടുണ്ട്. ആണോ? എന്തായാലും ഈ ശാസ്ത്രജ്ഞരൊക്കെ ഭയങ്കര സംഭവം തന്നെ അല്ലേ മാഷേ? തന്നടേ തന്നെ. പക്ഷേ ഇത്തരത്തിൽ നശിച്ച ജീവികളെ തിരികെ കൊണ്ടുവരുന്നത് പ്രകൃതിയുടെ ക്രമത്തിന് തന്നെ ദോഷമാണെന്നും ചിലരൊക്കെ പറയുന്നുണ്ട്. പിന്നെ സൃഷ്ടിച്ചത് ജനിതകമാറ്റം വരുത്തിയ ഗ്രേ വൂൾഫിനെയാണെന്നും ഇത് ഡയർ വൂൾഫ് അല്ലെന്നും ഒക്കെ ഒരു കരക്കമ്പയും കേൾക്കുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ മാഷേ, ഈ അമ്മയെ തല്ലിയാലും 2 വർഷം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതിനെ ഒന്ന് കാണണേലും നമ്മൾ എവിടെ പോണം? കൊളോസൽ CEO പറയുന്നത് ഇവയെ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് പാർപ്പിച്ചിട്ടുള്ളതെന്നാണ്. ഈ ഒരു സാങ്കേതിക വിദ്യ വെച്ച് നമുക്ക് വേറെ ജീവികളെയൊക്കെ ഉണ്ടാക്കാമായിരിക്കും അല്ലേ ഭാവിയില്? അതെ അതെ, തീർച്ചയായും. മാമത്ത്, ടാസ്മാനിയൻ ടൈഗർ, ഡോഡോ ഇങ്ങനെയുള്ള പല ജീവികൾക്കും വംശനാശം സംഭവിച്ചതല്ലേ? പക്ഷേ ഡോഡോയെ സൃഷ്ടിക്കണമെങ്കിൽ കുറച്ച് പാടുപെടും. കാരണം സസ്തനികളെ സൃഷ്ടിക്കുന്നത് പോലെ എളുപ്പമല്ല പക്ഷികളെ സൃഷ്ടിക്കാൻ. അപ്പൊ ജുറാസിക് പാർക്കിലൊക്കെ കണ്ട പോലെ ദിനോസറും ഭാവിയിൽ വരുമോ മാഷേ? അത് നടക്കില്ലെന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ പറയുന്നത്. കാരണം ദിനോസറുകളുടെ ഫോസിലുകൾ ധാരാളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും ജനിതക വിവരങ്ങളൊന്നും ശേഖരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലത്രേ. നിരാശപ്പെടണ്ട, നീ പോയിരുന്ന് പഠിച്ച് വലിയൊരു ശാസ്ത്രജ്ഞനൊക്കെ ആയിട്ടൊന്ന് ശ്രമിച്ചു നോക്ക്, നടക്കും. ശരി മാഷേ. എന്തായാലും IPL തുടങ്ങാറായി, ഞാൻ പോയി അത് കാണട്ടെ. ദിനോസർ കുഞ്ഞിനെയൊക്കെ വളർത്തുന്ന കാര്യം പിന്നെ ആലോചിക്കാം. ടാറ്റാ.